നമസ്കാരം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ വളരെ രസകരമായ ചില പ്രസ്താവനകൾ, ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രസ്താവന. മറ്റൊന്ന് ആയത്തുള്ള അലി ഖൊമേനി, ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖൊമേനിയുടെ ഭാഗത്തു നിന്നാണ്. എല്ലാം ആഗ്രഹങ്ങളാണ്. പ്രസ്താവനകളെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത മനോഹരമായ ചില സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ വാക്കുകളായി വെളിയിൽ വരികയാണ്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഹേഗ് ആസ്ഥാനമായ 124 രാജ്യങ്ങൾ അംഗങ്ങളായ 2000 ആണ്ടിലെ റോം ഉടമ്പടിയുടെ ഫലമായി ഉണ്ടായ ഈ ഒരു സമിതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്. ആ കോടതിയുടെ തീരുമാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റിനെയും അതുപോലെ ഹമാസിൻ്റെ ഒരു ഉന്നത നേതാവിനെയും വിചാരണ ചെയ്യാനായി അറസ്റ്റ് ചെയ്യാൻ ഈ 124 അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കൽപ്പന പോലെയാണ്. അതൊന്ന്. 2, ഖൊമേനി ഉടനെ പറഞ്ഞു, പോരാ, അറസ്റ്റ് ചെയ്താൽ പോരാ. ഈ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് പറയുകയാണ്, അറസ്റ്റ് ചെയ്താൽ പോരാ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ തട്ടിക്കളയണം, കൊന്നുകളയണം. ഡെത്ത് വാറൻ്റാണ് ഉന്നയിക്കേണ്ടത്, അല്ലാതെ അറസ്റ്റ് വാറൻ്റ് അല്ല, മറിച്ച് ഡെത്ത് വാറൻ്റാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് മുമ്പിൽ ഖൊമേനി വെച്ച് നീട്ടിയ നിർദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ. ബെഞ്ചമിൻ നെതന്യാഹു ഇതിൽ സിഗ്നറ്ററി അല്ല. ഒന്ന്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ ഇസ്രയേൽ എന്ന രാജ്യം പങ്കാളിയല്ല, ഒരു രീതിയിലും സിഗ്നറ്ററി അല്ല. ഇന്ത്യ സിഗ്നറ്ററി അല്ല, അമേരിക്ക സിഗ്നറ്ററി അല്ല, ചൈന ഒപ്പുവച്ചിട്ടില്ല. അങ്ങനെ ലോകത്തെ പല പ്രമുഖ രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടില്ല. ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെതിരെയോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയോ ഇങ്ങനൊരു അറസ്റ്റ് വാറൻറ്റ് പ്രഖ്യാപിച്ചാൽ അതിന് ആ വാറോലയ്ക്ക് എന്ത് പ്രാബല്യമാണ് ഉണ്ടാവുക? ചിരിച്ച് തള്ളുക എന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അത് അതിൻ്റേതായ ദൗത്യം. കാരണം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഈ മാനവരാശിക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതുപോലെ ജിനോസൈഡ്, വംശഹത്യ മുതലായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെല്ലാം എതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ കാലുകുത്തിയാൽ ആ രാജ്യങ്ങൾ അറസ്റ്റ് ചെയ്യണം എന്നാണ് നിർദ്ദേശം. അതിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ, നെതർലൻഡ്സ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവരാരും ആ മണ്ണിലൊന്നും കാല് കുത്താൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, ഇനി കാല് കുത്തിയാൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യവും ഒക്കെ കാണുമോ? അതൊരു മറ്റൊരു മഹായുദ്ധത്തിലല്ലേ കലാശിക്കുക? ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റിനെയോ പ്രധാനമന്ത്രിയോ അങ്ങനെ ഒരു മറ്റൊരു രാജ്യത്ത് കയറി അറസ്റ്റ് ചെയ്യാനാവുമോ? അതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ല. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രിൻസിപ്പിൾ തന്നെ സോവറൻ ഇക്വാലിറ്റി ഓഫ് മെമ്പേഴ്സ്. 193 അംഗങ്ങളുള്ള ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ രാജ്യങ്ങൾക്കും പരമാധികാരമുണ്ട്. ആ പരമാധികാര രാജ്യങ്ങളുടെ നേതാക്കൾ പരസ്പരം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് വേണമെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്താം, സമാധാനം കാക്ഷിക്കാം, വേണമെങ്കിൽ വിചാരണ നടത്തണമെന്ന് രാജ്യങ്ങളോട് ആവശ്യപ്പെടാം. അതത് രാജ്യങ്ങളാണ് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ജനതയ്ക്ക്, ഇസ്രയേൽ ഭരണകൂടത്തിന് അനഭിമതനായി മാറുകയാണെങ്കിൽ അവിടുത്തെ നിയമമനുസരിച്ച് ഇസ്രയേലിനുള്ളിൽ വിചാരണ ചെയ്യാനോ തൂക്കിക്കൊല്ലാനോ ഒക്കെ ഇസ്രയേലിന് കഴിയും. മറ്റൊരു രാജ്യത്തിനും അത് കഴിയില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കും കഴിയില്ല. അവിടെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുൻപ് ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന 1979 ചുമതലയേറ്റ അയത്തുള്ള ഖൊമേനി, ഒറിജിനൽ ഖൊമേനി, ആദ്യത്തെ ഖൊമേനി, ആ ഖൊമേനി അന്ന് സറ്റാനിക് വേഴ്സസ് എന്ന ഒരു കൃതി, സാത്താൻ്റെ വചനങ്ങൾ എന്നൊരു കൃതി എഴുതിയ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരനായ സൽമാൻ റുഷ്ഡിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. ഡെത്ത് വാറൻ്റാണ് പുറപ്പെടുവിച്ചത്. അത് ക്രിമിനൽ കോടതിയോടൊന്നുമല്ല ആവശ്യപ്പെട്ടത്. ഇറാൻ പറയുകയാണ്, അയാൾ ലോകത്തെവിടെയാണെങ്കിലും ഇറാൻ്റെ ആളുകൾ ചെന്ന്, ഇറാൻ്റെ കമാൻഡോസ് ആയിരിക്കണം, അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലുമുള്ള മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയണം. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, സറ്റാനിക് വേഴ്സസ് എന്ന പുസ്തകം ഇസ്ലാമിൻ്റെ വിശ്വാസത്തിന് എതിരാണ്, അതുകൊണ്ട് കൊന്നുകളയണം. അദ്ദേഹത്തെ കൊല്ലാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല, അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ നടന്നു എന്നത് ശരിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആക്രമണമാണോ അയത്തുള്ള അലി ഖൊമേനി ഉദ്ദേശിക്കുന്നത്? ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ
നിലവിൽ 4 ആക്രമണങ്ങൾ നടന്നു. 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം എയർപോർട്ടിന് നേരെ, ഒരു പ്രാവശ്യം നെതന്യാഹുവിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്രമണമുണ്ടായി, മിസൈൽ ആക്രമണമുണ്ടായി എയർപോർട്ടിൽ. നെതന്യാഹുവിന് പരിക്ക് പറ്റിയില്ല. 2 പ്രാവശ്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഒരു പ്രാവശ്യം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും, മറ്റൊരു പ്രാവശ്യം ഇതിനുള്ളിൽ നിന്ന് തന്നെ, ഇസ്രായേൽ മണ്ണിനുള്ളിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ആക്രമണമുണ്ടായി. അവിടെയൊക്കെ പരിക്കേൽക്കാതെ നെതന്യാഹു രക്ഷപ്പെട്ടു. ഇറാൻ്റെ ഒരു മോഹമെന്ന് പറയുന്നത്, ഇറാൻ്റെ ഒരുപാട് നേതാക്കളെ, ഒരുപക്ഷെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ വിമാനാപകടത്തിൽ പോലും ഇസ്രയേലിൻ്റെ അദൃശ്യമായ കരങ്ങൾ ഒരുപക്ഷെ ഇറാൻ കാണുന്നുണ്ടാവാം. അതിനെക്കുറിച്ച് തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങനെ ഒരു പേജർ സ്ഫോടനമാണോ സംഭവിച്ചത് അറിയില്ല. ഖാസിം സുലൈമാനിയുടെ വധം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ഒരു വലിയ ഒരു നീക്കമാണ്, ഒരു ഓപ്പറേഷനിലൂടെയാണ് നടന്നത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ എല്ലാമായിരുന്ന ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടു. ഒന്നുമല്ല, ഇറാൻ്റെ മണ്ണിൽ, ടെഹ്റാൻ്റെ മണ്ണിൽ വെച്ച് ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടു. അതുമാത്രമല്ല, ഇറാൻ നട്ട് നനച്ച് വളർത്തിയ എല്ലാ മിലിഷ്യകളുടെയും തലവന്മാരെ ലെബനനിൽ വെച്ച് ലെബനീസ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു. ഹമാസിൻ്റെ നേതാക്കൾ എല്ലാം, ഇറാൻ്റെ സഖ്യകക്ഷിയാണല്ലോ ഹമാസിൻ്റെ നേതാക്കൾ ഒന്നൊന്നായി വധിക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഒരു വധം എക്സിക്യൂട്ട് ചെയ്യാൻ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെയോ നേതാക്കന്മാരെ ആരെയും വധിക്കാൻ സാധിച്ചില്ല. ഇസ്രയേലിനെ ഡാമേജ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് സത്യമാണ് മിസൈൽ ആക്രമണത്തിൽ. അതേക്കുറിച്ച് ഇസ്രയേൽ ഒരുപക്ഷെ വലിയ തോതിൽ മൗനം പാലിക്കുന്നു, അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി യുദ്ധക്കുറ്റവാളിയായി, മാനവരാശിയുടെ ഘാതകനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ വകവരുത്തണം, അതിന് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഒരു നടപടി കൂടി ഉണ്ടാകണം എന്ന ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പെരുമഴക്കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ ആഗ്രഹങ്ങളൊക്കെ അവരവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, പക്ഷേ പ്രായോഗികത തീരെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിക്കണമെങ്കിൽ, മധ്യപൗരസ്ത്യ പ്രദേശത്ത് ശാന്തി കൈവരണമെങ്കിൽ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾക്ക് കഴിയില്ല. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന് തങ്ങളുടെ മണ്ണിൽ കാലുകുത്താൻ അവകാശമില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞാലും ശരി, ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ICC പറഞ്ഞാലും ശരി, ഇതൊന്നും തന്നെ, ഈ പ്രസ്താവനകളൊന്നും ലോക സമാധാനം കൊണ്ടുവരാൻ പര്യാപ്തമല്ല. നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക്, നയതന്ത്ര സംഭാഷണ മേശകളിലേക്ക് പ്രതിനിധികളെ അയക്കുകയും തുറന്ന സംസാരം ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാകൂ.